എങ്ങനെ കിടന്ന വീടാ, ഗേറ്റെല്ലാം തുരുമ്പിച്ച് അങ്ങോട്ടുള്ള വഴിയെല്ലാം നിറയെ കാട്, മരങ്ങളൊക്കെ കിളിച്ച്. കേതൽ ജിൻസൺ രാജ, ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാദ്യം വരുന്നത് ആഭിചാരക്രിയകളും സാത്താൻ സേവയും ഒക്കെയാണ്. ആ യുവാവ് ഇപ്പോൾ ജയിലിലാണ്. അയാളുടെ വീടാണ് ഇങ്ങനെ കാട് മൂടി കിടക്കുന്നത്. 7 വർഷമായി. 2017 ഏപ്രിൽ 9 അന്നാണ് തിരുവനന്തപുരം നന്ദൻകോട്ടെ ഈ വീട്ടിൽ നടന്ന കുറ്റകൃത്യം നാടറിഞ്ഞത്. പോലീസ് എത്തുമ്പോൾ കണ്ടത് കത്തിക്കരിഞ്ഞ 3 ശരീരങ്ങൾ, കത്തിക്കാനായി പൊതിഞ്ഞുകെട്ടിവെച്ച മറ്റൊരു ശരീരം. അച്ഛൻ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. അപ്പം അച്ഛനെ പോലൊരു ഏൻഷ്യൻ ഹിസ്റ്ററി ആയിരുന്നു പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്. അപ്പോൾ ആ ട്രാക്കിലേക്ക് പോകുന്നതെന്ന് മാറ്റി അമ്മയും ചേച്ചിയും പോലെ MBBS പഠിക്കണമെന്ന് പറഞ്ഞ് വിടുന്നു. +2 ഫെയിൽ വരുന്നു. അതിനുശേഷം പുള്ളിയെ ഉക്രൈനിൽ MBBSന് വിടുന്നു. അവിടെ ചെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയയിലോട്ട് നേഴ്സിങ്ങിന് പോകണം. നേഴ്സിംഗ് ഒരു ഷോർട്ട് കട്ടായിട്ടാണ് MBBSന് സബ്സിക്വൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെയും അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ പോകുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഈ അമ്മയും അച്ഛൻ്റെയും ഈ രീതിയിലുള്ള ഇഗ്നോർ ചെയ്യുന്നതും ഈ പഠിക്കാൻ കൊള്ളില്ലാത്തൊരു കുട്ടി എന്നുള്ള രീതിയിൽ ആ ഒരു ഭയങ്കര മെൻ്റലി അത് പുള്ളിയെ അഫക്റ്റ് ചെയ്യുന്നു. സബ്സിക്വൻ്റായിട്ട് അച്ഛൻ്റെ കുറച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ബിഹേവിയർ വരുന്നു. അങ്ങനെ അച്ഛനെ കൊല്ലാനായിട്ട് ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. പിതാവിനെ കൊന്നാൽ സഹോദരിയുടെ വിവാഹം നടക്കില്ല, അമ്മ ഒറ്റയ്ക്കാകും, വൃദ്ധയായ ബന്ധുവിന് മറ്റാരുമില്ല. പിതാവിനെ മാത്രം വകവരുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് കൂട്ടക്കുരുതിയിലേക്ക് കേതലിനെ എത്തിച്ചത് ഈ ചിന്തയാണ്. കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷേ അതിനുള്ള മെൻ്റൽ സ്ട്രെങ്ത് കിട്ടുന്നില്ല. അപ്പോൾ മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി ആസ്ട്രൽ പ്രൊജക്ഷൻ ഒരു ഷോർട്ട് കട്ടാണെന്ന് ഗൂഗിളിലൂടെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പുള്ളി മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടുകയാണ് ചെയ്തതായിട്ടാണ് ഈ കുറ്റസമ്മത വഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിടിയിലായ ശേഷം ജയിലിൽ മാനസിക വിഭ്രാന്തി കാട്ടി ചികിത്സ നൽകി. എന്നാൽ കൊലപാതകം നടത്തുമ്പോൾ അയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ജയിലിൽ നിന്ന് ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് തന്നെ ഹീസ് മെൻ്റലി ഫിറ്റ് ഫേസ് ട്രയൽ എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിന്റെ വിചാരണ അടുത്തു തന്നെ ആരംഭിക്കും. കേതലിന്റെ കേസിന്റെ കാലത്ത് അന്ധവിശ്വാസത്തെക്കുറിച്ചൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ 3 പേർ അരുണാചൽ പ്രദേശിലൊക്കെ പോയി അന്യഗ്രഹ ജീവിതം മോഹിച്ച് ഇങ്ങനെ ജീവൻ വെടിയുമോ? പ്രേംശശിക്കൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.